അവിടെ നിന്നടി അവിടെ നിന്നടി. അയ്യോ അയ്യോ ശ്വാസം മുട്ടുന്നല്ല. അയ്യോ കൂടുതൽ എന്നതാ ഫെർണാണ്ടിസ് മാപ്പിളെ? എന്റെ പേഴ്സ് എന്നതാ? പേഴ്സാ? തന്റെ പേഴ്സ് എന്റെ കയ്യിലാണോ ഇരിക്കുന്നത്? കാർത്താനി വേറെല്ലാം മനസ്സിലിരിക്കട്ടെ. എന്റെ കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കാനുള്ള 100 രൂപ ശമ്പളം കിട്ടിയിട്ട് ഒരു നയാ പൈസ പോലും ഞാൻ അതിനകത്ത് എടുത്തിട്ടില്ല. എന്റെ രാമനാരായണ. എടോ, ഞാൻ റാണാറാണിയുടെ വീട്ടിലോട്ട് വന്ന് കക്ക ഇറച്ചി കൊടുത്ത് താൻ എന്റെ കയ്യില് 6 രൂപ 10 പൈസ തന്നു. ഞാനതും കണ്ടുങ്ങാണ്ട് പോന്നു. പിന്നെ താൻ എന്നോട് രൂപ എവിടുന്നാണോ ചോദിക്കുന്നത്? പേഴ്സ് അവിടെ വെച്ചിട്ടാണ് ഞാൻ അകത്തേക്ക് പോയത്. തിരിച്ചു വന്ന് നോക്കുമ്പോ പേഴ്സ് കാണാനില്ല. തൂളി ഉരിയടി നന്നൊന്ന് കൊള്ളും. എന്റെ കക്കാറച്ചി നന്നെ ഉരിയടി ഉരിയടി ഉരിയടി. നോക്കടോ, നോക്ക്, എല്ലാം നോക്ക്. നോക്കണോ എവിടെ ഇരിക്കുന്നത് തന്റെ ഉലുവ? നോക്ക്. എന്റെ കർത്താവ്, എന്റെ പേഴ്സ് അവിടെ പോയി. കാർച്ചാനയുടെ കൈയോടെ ചൂടാൻ അറിഞ്ഞിട്ടില്ല. വന്നിരിക്കുന്ന ഉലുവ ഓട്ടിച്ചെന്നും പറഞ്ഞു. പിടിക്ക് പിടിക്കണോ? പിടിച്ചതാ. നോക്ക്. അയ്യോ കർത്താവേ, എന്റെ പേഴ്സ്, എന്റെ പേഴ്സ് കിട്ടി. എന്റെ കർത്താവേ, എന്റെ രൂപ, എന്റെ രൂപ കിട്ടി. അയ്യോ, തന്റെ പേഴ്സ് അങ്ങനെ ഇതിനകത്ത് വന്ന് മാനത്തുന്നെങ്ങാനും പൊട്ടി വീണ? എന്റെ രൂപ. എടി എടി, ഇതിനകത്തിരുന്ന രൂപ എന്തേടി? എടി, ഇതിനകത്തിരുന്ന രൂപ ഞാനങ്ങ് തന്റെ ഒരു വേണം എടുക്കാൻ വന്നിട്ടില്ല. എന്റെ 100 രൂപ. എടി കള്ളിക്കാർത്തേനി. അല്ലേ, ഇത് വലിയ അതിശയമായിരിക്കുന്നല്ലോ. തന്റെ രൂപ എങ്ങനെ എന്റെ തലേ വന്നു? എടി, ഇപ്പൊ ഞാൻ നിന്നെ കൊല്ലുവടി. ഇപ്പോഴത്തെ കാലം നിനക്ക് അറിയാമല്ലോ. ഞാൻ ഫെർണാണ്ടിസ് മാപ്പിളെ ഒന്ന് കളിപ്പിക്കാനായിട്ട് എടുക്കുന്നതല്ലായിരുന്ന. 2 മീൻ പഴയായിട്ട് കിടക്കട്ടെ. ഒരു 2 മീനിങ് തന്നിട്ട് പോകെ. ഒറ്റ മകനല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് അവനെ പുന്നാരിച്ചു. എന്നിട്ട് 1000 കൊടുത്താലും ബാക്കി വരൂല, 2000 കൊടുത്താലും ബാക്കി വരൂല. എന്തൊരു ചെലവാണിത്? എന്താടാ? കൊടുത്ത പണം മുഴുവൻ ചെലവായി പോയി എന്ന് പറയാൻ പറഞ്ഞു കൊച്ചുമുതലാളി. എങ്ങനെ ചെലവായെന്ന് ചോദ്യം? അതിന്റെ ബില്ലിങ് വാങ്ങിച്ചോണ്ട് വാ. ചെലവായി പോയി. ബിൽ. ഇതൊന്നൊന്നാ? അത് ഒരു ക്യാമറ വാങ്ങിയത് 2000 രൂപ. ഇതോ? അതൊരു ടേപ്പ് റെക്കോർഡർ വാങ്ങിയത് 7000 രൂപ. ഓഹോ. ഇതോ? അതൊരു കുപ്പി സ്കോച്ച് വിസ്കിയും ഫോറിൻ ബ്രാൻഡിയും വാങ്ങിയത് 500 രൂപ. അപ്പോ നീ പരസ്യമായി കുടി തുടങ്ങി? രഹസ്യമായി കുടിക്കണമെന്ന് വിചാരിച്ചാണ് ബില്ല് കാണിക്കാതിരുന്നത്. അച്ഛൻ സമ്മതിക്കണ്ടേ? ഞാൻ പണമുണ്ടാക്കിയതിന്റെ ബുദ്ധിമുട്ട് നിനക്ക് മനസ്സിലാവുകയില്ല. ഞാൻ നിന്നെപ്പോലെ ധൂർത്തളിച്ചിരുന്നുവെങ്കിൽ, കുടിച്ചിരുന്നുവെങ്കിൽ ഈ കായക്കരയിൽ ഒരു ചീനവലയും നീയും മാത്രമേ എനിക്ക് ബാക്കിയുണ്ടായിരിക്കുകയുള്ളൂ. ശരിയാണ്. പക്ഷേ അച്ഛൻ സമ്പാദിച്ച സ്വത്ത് മുഴുവൻ ഉടനെ ഞാൻ ചെലവാക്കി തീർത്തില്ലെങ്കിൽ ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോകും. അച്ഛൻ ചങ്ക് പൊട്ടി മരിക്കുകയും ചെയ്യും. അതിനേക്കാൾ നല്ലതല്ലേ ഞാൻ. ഓഹോ, അത് ശരി. അപ്പോ ഞാൻ മരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങനെ ധൂർത്തളിക്കുന്നതും കുടിക്കുന്നതും കണ്ട അഭിസാരികളുമായി ഉല്ലാസയാത്ര ചെയ്യുന്നതും അല്ലേ? അച്ഛാ, എനിക്ക് 26 വയസ്സായി. ആവശ്യത്തിൽ കൂടുതൽ ആരോഗ്യം. അവിവാഹിതൻ. നീ എന്തുകൊണ്ട് വിവാഹം ചെയ്യുന്നില്ല? എത്ര വിവാഹാലോചനകൾ നിനക്ക് ഞാൻ കൊണ്ടുവന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ് അച്ഛൻ കൊണ്ടുവന്നില്ല. ലക്ഷക്കണക്കിന് പണമുള്ളവരെയാണ് അച്ഛൻ തേടി പോകുന്നത്. ഓഹോ, അപ്പോ നീ പണക്കാരന്റെ വീട്ടിലെ പെണ്ണിനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല അല്ലേ? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ പെണ്ണ് എന്റെ മനസ്സിന് ഇണങ്ങുന്നതായിരിക്കണം. ഒരു കാര്യം ചോദിച്ചോട്ടെ, അമ്മയ്ക്ക് സൗന്ദര്യമില്ലായിരുന്നെങ്കിൽ അച്ഛൻ അമ്മയെ വിവാഹം കഴിക്കുമായിരുന്നോ? ശരി, നീ പൊയ്ക്കോ. ഒരു എഴുത്ത്. ആരാടാ ഈ പപ്പു? ഗവർണർ? കാര്യം എന്താണെന്ന് വെച്ചാൽ എഴുതി തരാൻ പറ.
എന്താ വരാൻ പറഞ്ഞോ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തന്നോട് വിവരം എന്താ വെച്ചാൽ എഴുതി തരാൻ. അയ്യോ, പപ്പുവിനെ ഓർപ്പിക്കാഞ്ഞിട്ടാ കേട്ടോ. ഞാനും റാണാമനാളിയും ചേർന്ന് മുറിവീടിയും വലിച്ച് കള്ളും കുടിച്ച് ചീനവലയും വലിച്ച് നടന്നവരാ. റാണാ മുതലാളി പണ്ട് ചീനവല വലിച്ചു വിവരമൊന്നും ഇവിടെ പറയണ്ട. 3 ചത്ത് തന്നെ. മോളെ അങ്ങനെ തന്നെ എഴുത. റാണാ മുതലാളിക്ക് പണ്ട് ഒരുമിച്ച് ചീനവലയും വലിച്ച് മുറിബീടിയും വലിച്ച് കള്ളും കുടിച്ച് നടന്ന പഴയ സ്നേഹിതൻ പപ്പു എഴുതുന്നവ നേരിട്ട് കണ്ട് ഒരു കാര്യം പറയാനുണ്ട്. മതിയോ? എന്ന് ചെറുപ്പകാലത്തെ സ്നേഹിതൻ പപ്പു. മോളെ ആ 3 പേരും അവിടെ നില്ലേ, ഞാൻ പോയി ചീട്ട് കാണിച്ചിട്ട് വരാം. ചെറുപ്പത്തിൽ ചീനവല വലിച്ച് നടന്ന പഴയ കൂട്ടുകാരൻ പപ്പു. എന്തിനാണോ നീ വാങ്ങിക്കൊണ്ടുവന്നത്? ഇതവന്റെ ഒരു സ്റ്റൈലായിരിക്കും. എന്നാലേ ഇത് എന്റെ ഒരു സ്റ്റൈല. എന്താ സ്റ്റൈലാ? എന്നാ ഇതുപോലെ 2 എണ്ണം അവന്റെ കർണക്കുറ്റി നോക്കി നീയും സ്റ്റൈലായിട്ട് അങ്ങ് കൊടുത്തേരെ. ഒത്തിരി നേരമായല്ലോ, കാണുന്നില്ലല്ലോ. റാണാമതയാളി എന്നെ നേരിട്ട് വന്ന് നമ്മളെ സ്വീകരിക്കാനേ ഉടുപ്പും മുണ്ടും മാറുവായി. ഇപ്പൊ എന്താ പറഞ്ഞു? ഇപ്പൊ അതെ സ്റ്റൈലായിട്ട്. അയ്യോ 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 അയ്യോ. എന്താണിത്? കൊച്ചു മലയാളി വലിയ മലയാളി ഒന്ന് കാണണമെന്ന് പറഞ്ഞത് തല്ലി കൊല്ലാൻ പോന്നു. തല്ലിയോടാ? തല്ലി. എന്തിന്? വലിയ പോലെ പറഞ്ഞു ഇയാളെ തല്ലാൻ. അച്ഛൻ പറഞ്ഞതല്ലേ? മൂപ്പിന്നെ വരൂ, അതൊന്നും നിങ്ങൾ അറിയണം. ഇവിടെ നിൽക്കുന്നു. ഫെർണാണ്ടസിനെ കൊണ്ട് അച്ഛൻ ഇയാളെ തല്ലിച്ചോ? അതിരിക്കട്ടെ, നീ എന്തിനാണ് ചോദിക്കാതെ എന്റെ മുറിയിൽ കയറി വന്നത്? ഓഹോ, അങ്ങനെ അച്ഛൻ്റെതായ ഒരു മുറി ഇവിടെ ഉണ്ടോ? അയ്യോ മുതലാളി, പപ്പു മുഖാന്തരം അച്ഛനും മോനും കൂടി ഇങ്ങനെ വഴക്കുണ്ടാക്കരുത്. മുതലാളി ഇങ്ങോട്ട് നോക്കിയേ, പഴയ കൂട്ടുകാരൻ പപ്പുവിനെ ഓർമ്മിക്കുന്നില്ലേ? എനിക്ക് പോകുന്നുണ്ടോ ഇവിടുന്ന്? നിങ്ങൾ എന്തിനാണ് അച്ഛനെ കാണാൻ വന്നത്? എന്റെ മകളുടെ കല്യാണത്തിന് വസ്തു ഈട് വെച്ച് കുറച്ച് പണം കടം ചോദിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഓ, അത്രേ ഉള്ളൂ. വന്നാട്ടെ. ഏതായാലും പപ്പുചേട്ടൻ ക്ഷമിക്കൂ. അച്ഛനെന്തോ മുൻകോപം കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ്. കുഞ്ഞിന്റെ വർത്തമാനം കേട്ട് എന്റെ മനസ്സങ്ങ് തണുത്തു. പപ്പുചേട്ടന്റെ മകളുടെ വിവാഹത്തിന് എത്ര രൂപ വേണം? 1000 രൂപ എങ്കിലും വേണം. ഓഹോ, ആ പണം ഞാൻ തരാം. അയ്യോ, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പോകുന്നത്? ഞാൻ കിടങ്ങ് നടന്നു നോക്കാം. വേണ്ട, ഞാൻ നിങ്ങളെ കാറിൽ കൊണ്ടു. അയ്യോ, കാർ ഒന്നും വേണം, ഞങ്ങൾ നടന്നു നോക്കാം. സാരമില്ല. ഡ്രൈവർ, കാർ കൊണ്ടാ. നീ ഏത് ബോട്ടിനാ അവനെ വന്നത്? ഞാൻ ഇപ്പോഴുള്ള ബോട്ടിൽ. ജോൺ മത്ത ഇല്ലയോ? അതെ. ഓ വരുന്നു നമ്മുടെ പാച്ചൻ, റൗഡി പാച്ചൻ. അവനൊരു പിഴയാടാ മോനെ. അല്ല, ഇതാരാ പാച്ചൻ ചേട്ടനോ? എടാ, നീ ആളങ്ങ് മാറിപ്പോയല്ലോ. വെളുത്ത് തടിച്ച് ചുമന്ന് സുന്ദരനായി പോയല്ലോ. ചുമ്മാതല്ല, മാറുപോ. കൊതി കിട്ടും. മതി പറഞ്ഞത്. പോകാം. എടാ പാച്ച, നീ നാട്ടിൽ നടന്ന് എന്ത് കൊളരായ്മ വേണമെങ്കിൽ കാണിച്ചു. പക്ഷെ നിനക്ക് ആ പെണ്ണാളെ കാണുമ്പോ മാത്രം എന്തിനാ ഇതിന് മാത്രം കുന്നായ്മ? പെണ്ണാണ്. പെണ്ണാളെ എന്ത് ചെയ്തു? ഞാൻ ഒരു 5-6 കൊല ചെയ്തു. ശിക്ഷ കഴിഞ്ഞ് മടങ്ങി വന്നേ പിന്നെ കാണുന്നവർക്കൊക്കെ എന്നെ ഭയങ്കര പേടിയാ. പ്രത്യേകിച്ച് ഈ പെൺപിള്ളേർക്ക്. പല വീട്ടിലും കയറി മര്യാദയ്ക്ക് ഞാൻ പെണ്ണ് ചോദിച്ചു നോക്കി. ആരും ഒട്ട് തരുന്ന മട്ടുമില്ല. കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ ഒരു അല്പം വർത്തമാനം പറയും. അതിനെനിക്ക് എന്താ ഒരു കുറവ്? വയസ്സ് 35 ആയിട്ടുള്ളൂ.
പാച്ചൻ ചേട്ടനെ ഞാൻ പിന്നെ കണ്ടോളാം. വലിയ ഉപകാരം. നമസ്കാരം. അതത്ര വലിയ കാര്യം മറ്റാണോ? സീറ്റ് വലിച്ച അയ്യോ വേണ്ട, ഞാൻ പീടിയെ വലിക്കത്തുള്ളൂ. 35 ആണിത്. ആ എന്നാ ഒന്ന് നോക്കാം. ഇതാ. അയ്യോ മുഖം അങ്ങ് പൊള്ളിപ്പോയല്ലോ. മൂപ്പിലേ ഈ പാക്കറ്റ് ഇരിക്കട്ടെ. ഞാനൊരു കാര്യം മറന്നു. ഈ പെണ്ണിന്റെ പേരെന്താണ്? പെണ്ണാളെന്നാ എന്റെ പേര്. വീട് എവിടെയാണ്? ആ കാണുന്ന കായലിൽ അങ്ങ് കരയ്ക്കാ. ഒന്ന് സ്വല്പം ഇങ്ങോട്ട് മാറുന്നില്ല, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. അങ്ങോട്ട് നേരെ നിന്നു കൊടുക്കുമോളെ. അവൾ അങ്ങനെ അങ്ങ് നിന്നിട്ടുള്ളവളല്ല. ഒന്ന് വലത്തോട്ട് മാറുന്നില്ല. സ്വല്പം. വെരി ഗുഡ്, അത് മതി. ചിരിച്ച് നല്ലപോലെ ചിരിക്കൂ, നല്ലപോലെ. ഓക്കെ. വരട്ടെ. ഓ നമസ്കാരം. അല്ല, പപ്പുച്ചേട്ടനും പെണ്ണാളുമില്ലേ ഇവിടെ? ഒരനക്കവും കേൾക്കുന്നില്ലല്ലോ. അല്ലേ, അത് നീ അറിഞ്ഞില്ലേ? പപ്പു പിന്നെ റാണാമോയാളുടെ വീട്ടിൽ പോയിരിക്കുക. നിനക്ക് സ്ത്രീധനം തരാൻ വേണ്ടി വസ്തു പണയപ്പെടുത്താൻ. സ്ത്രീധനമോ? എന്തിനാ ഇതൊക്കെ ചോദിക്കാൻ പോകുന്നത്? ഇവന്റെ വർത്തമാനം കേട്ടില്ലയോ? എടാ മോനെ, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു വേണ്ട വേണ്ടെന്ന്. ഓ, സ്ത്രീധനം തരാതെ കല്യാണം കഴിക്കാൻ അവർക്ക് കുറച്ചില്ല പോലും. വന്നല്ലോ. മോനെ പുഷ്കര, നീ അയച്ചെന്ന ഫോട്ടോയില് മീശ ഉണ്ടായിരുന്നു. മോളെ മീശ ഉണ്ടായിരുന്നു. പിന്നെ അവള് മീശയിലോട്ടാ നോക്കിയത്. മീശയൊക്കെ അവിടെ നിൽക്കട്ടെ, നീ പോയ കാര്യം എന്തായി? എടാ കോന്തി, പപ്പു പറഞ്ഞതാ താനൊരു സിഗരറ്റ് വലിക്കേ. ഇതേ നമുക്ക് എല്ലാവർക്കും കൂടെ വീട്ടിലോട്ട് പോയി തീരെ നിശ്ചയിക്കാം. എന്നാ വാ. പെണ്ണുങ്ങളും നടന്നോളൂ. നീ എന്തിനാ പെണ്ണാണത്തിന് മണിപ്പടിച്ചു കൂട്ടിയത്? ഞാനോ? ഞാൻ എടുത്തില്ല പാച്ചൻ ചേട്ടാ. നിന്നെ തിരക്ക് ഏമാനം വന്നിരുന്നു. അയ്യോ, നീ പേടിക്കൊന്നും വേണ്ട, ഞാനതെല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ഒരു കാർത്തിയാനി, നീ എന്തിനാടി അത് ചൂണ്ടിയത്? എന്റെ പാച്ചൻ ചേട്ടാ, എനിക്കൊരാളുണ്ടായിരുന്നു, ബഹദൂർ ശ്രാങ്ക്. അയാളിപ്പം ഇടമനക്കാട്ട് ബോട്ടിലാണെന്നാ കേട്ടത്. അയാളെ ഒന്ന് കാണാൻ പോകാൻ എന്റെ കയ്യിൽ കാശില്ലാതെ വിഷമിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പേഴ്സ് എന്റെ കയ്യിൽ വന്ന് വീണത്. അയ്യോ പാവം കാർത്തിയാനി, നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ നിന്റെ ശ്രാങ്കിനെ കൊണ്ടുതരാം. പാച്ചൻ ചേട്ടന് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. ഇപ്പൊ മടിയിൽ എന്തുണ്ട്? എടേ കാർത്തിയാനി ചെല്ല്, ഞാൻ പോയി നിന്റെ ശ്രാങ്കിനെ ഇവിടെ കൊണ്ടുതരാം. അഥവാ അവൻ വന്നില്ലെങ്കിൽ നിന്നെ ഞാനും കല്യാണം കഴിക്കാം. അത് വേണ്ട പാച്ചൻ ചേട്ടാ. ഏതായാലും നീ ചെല്ലേ. എടാ, ഒരു പെണ്ണും എന്നെ കല്യാണം കഴിക്കുകയല്ലേ? പെണ്ണുങ്ങളെ അങ്ങനെ പോവാതെ പാച്ചിന് കൊടുക്കാതെ കൊടുത്തിട്ട് പോ. പാച്ചൻ ചേട്ടന്റെ ഈ ചുങ്കം പിരിവസ്ത്രം നല്ലതല്ല. ഈ അക്രമം ദൈവം പൊറക്കില്ല കേട്ടാ. വേണ്ട, പാവപ്പെട്ട മീൻകാരി പെണ്ണുങ്ങളെ ഇങ്ങനെ പറ്റിച്ച് തിന്നാലേ തലയിൽ ഇടിവെട്ട് കൊള്ളൂ. കൊള്ളട്ടെ. ഇടി, മത്സ്യം ദൈവത്തിന്റെ അവതാരമാണ്. നിങ്ങൾ വല വെച്ച് ദൈവത്തെ പറ്റിച്ച് ജീവിക്കുന്നു, ഞാൻ നിങ്ങളെ പേടിപ്പിച്ച് ജീവിക്കുന്നു. മനസ്സിലായോ? ഇങ്ങനെ ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കിട്ടെ പാച്ചന് ആർക്ക് കൊടുക്കാനാ? അമ്മയും ഇല്ല, അച്ഛനും ഇല്ല, പെണ്ണുമില്ല, പെടക്കോഴിയും ഇല്ല. പെടക്കോഴി ഇല്ലാത്തതല്ലേ പാച്ചന്റെ സങ്കടം. പിന്നെ
ഇങ്ങനെ പറ്റിച്ചും പേടിപ്പിച്ചും ജീവിച്ചിട്ടുള്ളവരെ ഒടുവിൽ ഓലക്കറ കിടന്ന ചത്തിരിക്കുന്നത് അറിയാവോ? ഓടേ. ഓടിക്കോ